الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പരലോകത്ത് വിജയം വരിക്കുന്ന ആളുകളുടെ ഗുണങ്ങൾ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയതാണ് കഴിഞ്ഞ ഖുതുബകളിലൂടെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം. പരലോകത്ത് വിജയം വരിക്കുന്ന ആളുകളുടെ സുപ്രധാനമായ ഗുണമാണ് അവർ ക്ഷമ അവലംബിക്കുന്നവരാണ്, ക്ഷമിക്കുന്നവരാണ്. ആ ക്ഷമയുടെ 3 ഇനങ്ങളിൽ 2 ഇനങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിശദീകരിച്ചു. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അസ്വബ്റു സലാസുൻ, ക്ഷമ 3 രൂപത്തിലുണ്ട്. ഫസ്വബ്റുൻ അലൽ മുസീബ, വസ്വബ്റുൻ അലാ ത്വാഅ, വസ്വബ്റുൻ അനിൽ മഅസിയ. ഒന്ന്, മുസീബത്ത് വരുമ്പോൾ, അപകടങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ക്ഷമിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി അള്ളാഹുവിനെ അനുസരിക്കുന്ന മേഖലയിലാണ്. മൂന്നാമത്തേത് പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ക്ഷമ അനിവാര്യമാണ്. ഈ 3 ഇനങ്ങളിൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന മേഖലയിൽ ക്ഷമ വേണം. അത് നമ്മൾ ചർച്ച ചെയ്തു, നമ്മൾ മനസ്സിലാക്കി.
നമസ്കാരക്കാരാകാൻ, ദിക്ർ ചൊല്ലുന്ന ആളുകളാകാൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ, ഇബാദത്തുകൾ ചെയ്യാൻ ക്ഷമ അനിവാര്യമാണ്. ക്ഷമയുള്ള ആളുകൾക്കാണ് ഇബാദത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുക. അതേപോലെ തന്നെ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കണമെങ്കിൽ ക്ഷമ വേണം. തെറ്റുകൾ ചെയ്യാതെ ജീവിക്കണമെങ്കിൽ ക്ഷമ അനിവാര്യമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, സംഗീതം ആസ്വദിക്കുക എന്നുള്ളത് ഹറാമായ കാര്യമാണ്. വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സംഗീതം ആസ്വദിക്കുന്നത്, പാട്ട് കേൾക്കുന്നത് ഇസ്ലാം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ കാര്യമാണ്. വർത്തമാന കാലഘട്ടത്തിൽ പല ആളുകളും സംഗീതം ആസ്വദിക്കുന്ന ആളുകളാണ്. മ്യൂസിക്കിൻ്റെ അകമ്പടിയുള്ള പാട്ടുകൾ, ഒരാൾ വെറുതെ മ്യൂസിക്കൊന്നുമില്ലാതെ തൻ്റെ കൊണ്ട് പാടുന്ന പാട്ടുകൾ നിഷിദ്ധമാണ് എന്നല്ല പറഞ്ഞത്. മറിച്ച് അതിനെ മ്യൂസിക്കിൻ്റെ അകമ്പടിയുണ്ട് എങ്കിൽ, വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് ഹറാമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ കൂട്ടത്തിൽ സംഗീതം കേൾക്കുന്ന ആളുകളുണ്ടാകാം, പാട്ട് കേൾക്കുന്ന ആളുകൾ. സിനിമാ പാട്ടുകളുണ്ട്, അതേപോലെ തന്നെ മറ്റുള്ള പല പാട്ടുകളുമുണ്ട്. നോക്കൂ നിങ്ങൾ, അത് നിഷിദ്ധമാണ് എന്ന് പഠിച്ചാൽ അതൊരു പാപമാണ്, ഹറാമാണ്. മദ്യപാനം പോലെ, വ്യഭിചാരം പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹറാമാണ് എന്ന് പഠിപ്പിച്ച കാര്യമാണ്. ല യകൂനന്ന മിൻ ഉമ്മതി അഖ്വാമുൻ, എൻ്റെ സമുദായത്തിൽ ചില ആളുകൾ വരുമെന്നാണ് പ്രവാചകന്റെ അധ്യാപനം. എൻ്റെ സമൂഹത്തിൽ ചില ആളുകൾ വരും. എന്താണ് അവരുടെ പ്രത്യേകത? അവർ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സംഗീതം അനുവദനീയമാക്കുമെന്നാണ്. അപ്പോൾ പാട്ട് കേൾക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ ഉമ്മത്തിൽ കടന്നു വരും. അത് പാടില്ലാത്ത കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ സഹോദരങ്ങളെ, സംഗീതം ആസ്വദിക്കുന്നത് ഹറാമാണ് എന്ന് മനസ്സിലാക്കിയ ഒരാൾ, അയാൾ പാട്ട് കേൾക്കാൻ പാടില്ല. ക്ഷമ വേണം. പാട്ട് കേൾക്കുന്ന സമയത്ത് അവൻ്റെ മനസ്സും അവൻ്റെ കാതുമൊക്കെ പാട്ട് കേൾക്കാൻ കൊതിച്ചാൽ അത് കേൾക്കാതിരിക്കാൻ, അത് പരിശുദ്ധ ഇസ്ലാം പാടില്ല എന്ന് പഠിപ്പിച്ച കാര്യമാണ്, അത് നിഷിദ്ധമാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് അകന്നു നിൽക്കാൻ ക്ഷമ വേണമെന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. അതാണ് പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ക്ഷമ വേണമെന്നുള്ള വിഷയം. നമ്മൾ ഇന്ന് പറയേണ്ട വിഷയം, പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ വിശ്വാസികളായ ആളുകൾ ക്ഷമയവലംബിക്കണം. മനുഷ്യനാണ്, പ്രശ്നങ്ങൾ ഉണ്ടാകും. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 155, 156 ആയത്തുകളാണ് ഞാൻ ആമുഖമായി ഓതി കൽപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സാബിരീൻ. വലനബ്ലുവന്നകും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ്. വലനബ്ലുവന്നകും, നിങ്ങളെ നാം ഉറപ്പായും പരീക്ഷിക്കുക തന്നെ ചെയ്യും. എങ്ങനെയാണ് പരീക്ഷിക്കുക? ഭയം നൽകിക്കൊണ്ട് പരീക്ഷിക്കും. അതേപോലെ തന്നെ പട്ടിണി നൽകിക്കൊണ്ട് പരീക്ഷിക്കും. സമ്പത്തിലെ കുറവ് കൊണ്ട് പരീക്ഷിക്കും. നമുക്ക് വേണ്ടപ്പെട്ടവരുടെ മരണം, അതിലൂടെ നമ്മളെ പരീക്ഷിക്കാം. കനികളിലുള്ള നഷ്ടങ്ങളിലൂടെ പരീക്ഷിക്കാം. ആ പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് ആരാണോ ക്ഷമിക്കുന്നത് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക, അവർക്ക് സ്വർഗമുണ്ട് എന്നാണ്. അങ്ങനെ ഒരു പരീക്ഷണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ അവൻ പറയുന്ന വാചകം എന്താണ്? അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വല്ല മുസീബത്തും ബാധിച്ചാൽ വിശ്വാസികളായ ആളുകൾ പറയും, ഞങ്ങൾ അള്ളാഹിൻ്റെ അടുക്കൽ വന്നവരാണ്, അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങാനുള്ള ആളുകളാണ് എന്ന് വിശ്വാസികൾ പറയുമെന്നാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് നമ്മളെ അള്ളാഹു പരീക്ഷിക്കുമെന്നാണ്. പല രീതിയിൽ അള്ളാഹു പരീക്ഷിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട ആളുകൾ അമ്പിയാക്കളാണ്, പ്രവാചകന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയ, അമ്പിയാക്കളാണ് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട ആളുകൾ. സുമ്മൽ അംസലു ഫൽ അംസൽ, പിന്നീട് അമ്പിയാക്കൾ നിർവഹിക്കുന്ന ദൗത്യം നിർവഹിക്കുന്ന ആളുകൾ, അഥവാ ദീനനുസരിച്ച് ജീവിക്കുന്ന, ദീന് ദഅവത്ത് നടത്തുന്ന ആളുകൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. ദീനുള്ള ആളുകൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരാളുടെ ദീനിൻ്റെ തോതനുസരിച്ചാണ്, ഒരാൾക്ക് എത്ര ദീനുണ്ടോ ആ ദീനിൻ്റെ തോതനുസരിച്ച് കൊണ്ട് അയാളിലേക്ക് പരീക്ഷണങ്ങൾ വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തു വേണം? നബി പറയണ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഫസ്ബിർ കമാ സ്വബറ ഉലുൽ അസ്മി മിനർ റുസുൽ, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർ,
ഉലുൽ അസ്മി എന്ന് പറഞ്ഞാൽ ദൃഢമനസ്കരായ പ്രവാചകന്മാരെന്ന് അതിൻ്റെ അർത്ഥം. 5 പേരാണ് അവർ. ഒന്ന് മഹാനായ നൂഹ് നബിയാണ്, ഇബ്രാഹിം നബിയാണ്, മൂസ നബിയാണ്, ഐസാ നബിയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 ആളുകളെ സാധാരണ പറയാം ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരെന്നാണ്. അവരുടെ ചരിത്രം പഠിച്ചു നോക്കൂ നിങ്ങൾ. അവരേറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട ആൾക്കാരാണ്. നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസ നബിയും ഐസാ നബിയും അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 പേരും കഠിനമായ പരീക്ഷണങ്ങളെ നേരിട്ട ആളുകളാണ്. ആ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവരൊക്കെ ക്ഷമിച്ചതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്ഷമ കാണിക്കണം. വല തസ്തഅജിൽ ലഹും, നീ എന്ത് ചെയ്യാൻ പാടില്ല? ധൃതി കാണിക്കാൻ പാടില്ല. സത്യനിഷേധികളുടെ കാര്യത്തിൽ ധൃതി കാണിക്കാൻ പാടില്ല. അപ്പം നോക്കൂ നിങ്ങൾ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ചരിത്രം നമ്മളെല്ലാവരും പഠിക്കേണ്ട ചരിത്രമാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാം അദ്ദേഹം സമ്പന്നനായിരുന്നു. അദ്ദേഹത്തിന് നല്ല കച്ചവടമുണ്ടായിരുന്നു, അദ്ദേഹത്തിന് കൃഷിയിടമുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഭാര്യമാരുണ്ടായിരുന്നു, അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നു, അതേപോലെ തന്നെ സൗന്ദര്യം ഉണ്ടായി. എല്ലാം അല്ലാഹു അദ്ദേഹത്തിന് നൽകി, എല്ലാം നൽകി അദ്ദേഹത്തിന്. അതിന് പുറമെ അദ്ദേഹത്തിന് നുബൂവത്തും കിട്ടി. അദ്ദേഹം പ്രവാചകനാണ്. ഈ പറയപ്പെടുന്ന എല്ലാ നിഅമത്തുകളും അദ്ദേഹത്തിന് ലഭിച്ചു, നുബൂവത്തും അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തെ നോക്കി ആളുകൾ പറയുമായിരുന്നു, എത്ര ഭാഗ്യവാനായ മനുഷ്യനാണ്, എല്ലാ സൗകര്യങ്ങളും കിട്ടിയ ആളാണല്ലോ, എല്ലാ നിഅമത്തുകളും ലഭിച്ച മനുഷ്യനാണല്ലോ എന്ന് ആളുകൾ മഹാനായ അയ്യൂബ് നബിയെ നോക്കി പറയുമായിരുന്നു എന്നാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനെ പരീക്ഷിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കച്ചവടം തകർന്നു, അദ്ദേഹത്തിൻ്റെ കൃഷി നശിച്ചു, അദ്ദേഹത്തിൻ്റെ കാലികൾ ചത്തൊടുങ്ങി, അദ്ദേഹത്തിന് ചില മക്കൾ മരണപ്പെട്ടു, ചില മക്കൾ അദ്ദേഹത്തെ വിട്ടുപോയി, അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ ഒഴിവാക്കി, ഒരു ഭാര്യ മാത്രമായി മാറി. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ശരീരത്തിൽ മാരകമായ രോഗം ബാധിച്ചു, ശരീരത്തിൽ വ്രണങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 കൂട്ടുകാരും മാത്രമുള്ള അവസ്ഥയിലേക്ക് അദ്ദേഹം എടുത്തെറിയപ്പെട്ടു. ആര്? മഹാനായ അയ്യൂബ് നബി. എല്ലാം ഉണ്ടായിരുന്ന അയ്യൂബ് നബി ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു, ദരിദ്രനായി മാറി. അപ്പൊ ജനങ്ങൾ പറയാൻ തുടങ്ങി, അയ്യൂബ് നബിയെ നോക്കി ഒരു കാലത്ത് ജനങ്ങൾ പറഞ്ഞത് എത്ര ഭാഗ്യവാനാണ്, എല്ലാ നിഅമത്തുള്ള ആളാണല്ലോ. അതേ ജനങ്ങൾ പറഞ്ഞ വാചകം എന്താ അറിയോ? ഇയാൾ എന്തൊരു നിർഭാഗ്യവാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളായിരിക്കും ഈ മനുഷ്യൻ. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ അദ്ദേഹത്തിന് വന്നത്. അദ്ദേഹത്തെ ജനങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കാണ്. ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നില്ല. അത്രമാത്രം പ്രതിസന്ധി അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വിദൂരത്തുള്ളൊരു സ്ഥലത്ത് പോയി അവർ താമസിക്കണം. നാട്ടിൽ നിന്നൊക്കെ മാറി ദൂരെ പോയി താമസിക്കണം. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജോലി ചെയ്തിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. ചില വിശദീകരണങ്ങളിൽ കാണാൻ പറ്റുന്നത്, ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യനെ കാണുകയാണ്. എങ്ങനെ കാണണമെന്നറിയോ? അദ്ദേഹത്തിൻ്റെ ഭാര്യ തലമുടി മുറിച്ചു. ആ തലമുടി മുറിച്ചിട്ട് വേറെ ഒരാൾക്ക് കൊടുത്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തിയത് എന്നാണ് വായിക്കാൻ പറ്റുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അതിൻ്റെ ആ ദാരിദ്ര്യത്തിൻ്റെ ആഴം ആലോചിച്ച് നോക്കൂ. സ്വാഭാവികമായും ആ പ്രവാചകനത് വേദനയുണ്ടാക്കും. ആ പ്രവാചകനോട് ഭാര്യ പല സമയത്തും ചോദിച്ചു, നിങ്ങൾക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൂടെ? ഈ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൂടെ? അയ്യൂബ് നബി അവരോട് പറഞ്ഞ വാചകം എന്താ അറിയോ? നമ്മൾ സന്തോഷത്തിൽ ആഹ്ലാദത്തിൽ എത്ര വർഷം ജീവിച്ചു? 70 വർഷം എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ജീവിച്ചു. ഇതാ ഈ പരീക്ഷണം വന്നിട്ട് വർഷങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് നമ്മൾ നിരാശരാവുകയാണോ? അള്ളാഹു ക്ഷമിക്കാനാണ് പറഞ്ഞത്. പക്ഷെ ഭാര്യയുടെ ഈ കഷ്ടപ്പാട് കണ്ടപ്പോൾ അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ നടത്തിയെന്നാണ്. അല്ലാഹുവിനോട് അദ്ദേഹം പറഞ്ഞു, അയ്യൂബ ഇദ്നാദ റബ്ബഹു അന്നി മസ്സനിയ ളുർ വ അൻത അർഹമുർ റഹീമീൻ. പടച്ചോൻ ആ പ്രാർത്ഥന കേട്ടു. അങ്ങേയറ്റത്തെ പ്രതിസന്ധിയിൽ നിന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാം, റബ്ബേ എനിക്കിതാ കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു, നീ കാരുണ്യകരിൽ വെച്ച് ഏറ്റവും കരുണയുള്ളവനാണല്ലോ എന്ന ദുആ നടത്തിയപ്പോൾ ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ വആതൈനാഹു അഹ്ലഹു വമിത്ലഹു മഅഹും റഹ്മതൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. പടച്ചോനെ നഷ്ടമായതൊക്കെ അദ്ദേഹത്തിന് പകരം കൊടുക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് നഷ്ടമായത് എന്തൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ അള്ളാഹു അദ്ദേഹത്തിന് പകരം കൊടുത്തു. അതിനേക്കാൾ ഉത്തമമായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം നൽകിയെന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തിനാണ് അയ്യൂബ് നബിയുടെ ചരിത്രം നമ്മൾ വായിക്കുന്നത്? ഒരു മനുഷ്യനെ താങ്ങാൻ കഴിയുന്നതിൻ്റെ അപ്പുറമുള്ള പരീക്ഷണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അപ്പോൾ അദ്ദേഹം ചെയ്തെന്താ? ക്ഷമിക്കുക എന്നുള്ളതാണ്.
നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ ഒരു റസൂലാണ്, ഒരു പ്രവാചകനാണ് അദ്ദേഹം. ആ പ്രവാചകനാണ് ഇതുപോലെയുള്ള പരീക്ഷണം വന്നത്. അപ്പം നമുക്ക് പരീക്ഷണം ഉണ്ടാകൂലേ? നമുക്ക് പരീക്ഷണങ്ങൾ വരും. മൂസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് റഹിമല്ലാഹു മൂസ, അള്ളാഹു മൂസക്ക് റഹ്മത്ത് നൽകട്ടെ അലൈഹിസ്സലാം. അള്ളാഹു മൂസാ നബിക്ക് റഹ്മത്ത് ചൊരിയട്ടെ. ലഖദ് ഊദിയ ബിഅക്തറ മിൻ ഹാദാ ഫസബറ. അങ്ങേയറ്റ പരീക്ഷണങ്ങൾ നേരിട്ട വ്യക്തിയാണ് ആര്? മഹാനായ മൂസാ നബി. എന്തായിരുന്നു മൂസാ നബി നേരിട്ട പരീക്ഷണം? മൂസാ നബി അലൈഹി സ്വലാം അദ്ദേഹം അള്ളാഹു പ്രവാചകനായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത സമയത്ത് അദ്ദേഹം ആ പ്രവാചകനാകുന്ന സന്ദർഭത്തിൽ ഫിറഔനിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ അദ്ദേഹം അറിയാതെ അടിച്ചു. ഒരു തിന്മ കണ്ടപ്പോൾ പ്രതികരിച്ചതാണ്, അങ്ങനെ അയാൾ മരിച്ചു. ഫിറഔന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു. മൂസാ നബി അലൈഹി സ്വലാം ആ നാട്ടിൽ നോടി രക്ഷപ്പെടുകയാണ്. അവിടുന്ന് ഓടി വേറൊരു നാട്ടിൽ അദ്ദേഹം എത്തി. ഖുർആൻ ആ ചരിത്രം പറയുന്നത് അദ്ദേഹം ഒരു മരത്തിൻ്റെ തണലിൽ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. മുന്നോട്ട് പോകാൻ വഴിയില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല, നാട് വിട്ടു പോകുന്നതാണ്, കൂടെ ചേർക്കാൻ ആരുമില്ല, വലിയ പ്രയാസത്തിലാണ് അദ്ദേഹം. ഇങ്ങനെ മരത്തിൻ്റെ തണലിൽ മാറി നിൽക്കുന്ന സമയത്താണ് അതിൻ്റെ അപ്പുറത്തൊരു കിണറുണ്ട്. ആ കിണറിൻ്റെ സമീപത്ത് കുറേ ആട്ടിടയന്മാർ അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് 2 പെൺകുട്ടികൾ അങ്ങോട്ട് വരുന്നത്. ആ പെൺകുട്ടികൾ അവർക്ക് വെള്ളം എടുക്കണം. പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ മൂസാ നബി അവിടെ ചെന്നു. ആ പെൺകുട്ടികൾക്ക് അവരുടെ ഇടയിൽ നിന്ന് ആട്ടിടയന്മാരെ മാറ്റി അവർക്ക് വെള്ളം എടുത്തു കൊടുത്തു. ആ പെൺകുട്ടികൾ വെള്ളവുമായി തിരിച്ചുപോയി. ആട്ടിടയന്മാരും തിരിച്ചുപോയി. അവിടെ മൂസാ നബി മാത്രമായി. മൂസാ നബി ആ മരത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഫഖാല റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. എന്താ പ്രാർത്ഥന എന്നറിയാം? അദ്ദേഹം പറയാ, പടച്ചോനെ അള്ളാഹുവേ, നീ എനിക്ക് ഇറക്കിത്തരുന്ന ഏതൊരു നന്മക്കും ഞാൻ ആവശ്യക്കാരനാണ്. നീ എന്തെനിക്ക് ചെയ്തു തന്നോ അതിന് ഞാൻ അത്രയും പ്രയാസത്തിലാണ് ഞാൻ, അത്രയും ബുദ്ധിമുട്ടിലാണ് ഞാൻ. മൂസാ നബിന്റെ പ്രാർത്ഥനയാണ്. സഹോദരങ്ങളെ, മൂസാ നബി അലൈഹി സ്വലാം ആ പ്രതിസന്ധിയിൽ അകപ്പെട്ട സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുത്ത ഉത്തരമാണ് വിശുദ്ധ ഖുർആനിന്റെ അടുത്ത ആയത്തുകളിലൂടെ അല്ലാഹു വിശദീകരിക്കുന്നത്. ആ പ്രതിസന്ധിയിൽ നിന്ന് മൂസാ നബി അള്ളാഹിനോട് ദുആ ചെയ്തു. ആ ദുആ കഴിഞ്ഞപ്പോഴാണ് ആ പെൺകുട്ടികൾ ഇങ്ങനെ തിരിച്ചു വരുന്നുണ്ട്. ആ 2 പെൺകുട്ടികൾ, മൂസാ നബി വെള്ളം കോരി കൊടുത്ത പെൺകുട്ടികൾ തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് ആ പെൺകുട്ടികൾ പറഞ്ഞു, ഇന്ന അബി യദ്ഉക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ ഫലമ്മാ ജാഅഹു. ആ പെൺകുട്ടികൾ വന്ന് പറയാം, നിങ്ങളെ ഞങ്ങളുടെ ബാപ്പ വിളിക്കുന്നുണ്ട്, നിങ്ങളെ ഞങ്ങളുടെ ബാപ്പ വിളിക്കുന്നുണ്ട്. എന്തിനാണ്? നിങ്ങൾ ഞങ്ങൾക്ക് വെള്ളം കോരിത്തന്നതിനെ പകരമായി കൊണ്ട് കൂലി നൽകാൻ, പ്രതിഫലം നൽകാൻ ഞങ്ങളുടെ ബാപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ആ പെൺകുട്ടികളുടെ കൂടെ ആ ബാപ്പാൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ അദ്ദേഹം കാണിക്കുന്ന ഒരു മര്യാദ ഉണ്ട്. വർത്തമാന കാലഘട്ടത്തിലെ ആൺകുട്ടികളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പാടുണ്ട് അവിടെ. സാധാരണ വഴി കാട്ടുന്ന ആളെങ്ങനെയാണ് നടക്കുക? നമ്മൾ ഒരാളുടെ വീട്ടിലേക്ക് അയാളുടെ കൂടെ പോകുകയാണെങ്കിൽ വഴി കാണിക്കുന്ന ആളെ മുന്നിൽ നടക്കുക, വഴി കാണിക്കുന്ന ആൾ മുന്നിൽ നടക്കും. പക്ഷെ മൂസാ നബിന്റെ ആ ചരിത്രം പറയുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാമാണ് മുന്നിൽ നടക്കുന്നത്. എന്തുകൊണ്ടറിയോ? വന്നത് 2 പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികൾ മുന്നിൽ നടക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ ശരീരത്തിലേക്ക് തൻ്റെ കണ്ണ് പതിയാൻ സാധ്യതയുണ്ട്. ആ മേഖലയിൽ പോലും ഒരു തിന്മ വരാൻ പാടില്ല എന്ന ചിന്ത മൂസാ നബിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മൂസാ നബി മുന്നിൽ നടന്നു. വഴി കാണിക്കേണ്ട പെൺകുട്ടികൾക്ക് പകരം അദ്ദേഹം മുന്നിൽ നടന്നു. അത്രമാത്രം സൂക്ഷ്മത അദ്ദേഹം പാലിച്ചിരുന്നു. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം അവരുടെ വീട്ടിലെത്തി. ആ വീട്ടിലെത്തിയ സമയത്ത് ആ മൂസാ നബിയുടെ ചരിത്രമെല്ലാം ആ പെൺകുട്ടികളുടെ പിതാവിനോട് മൂസാ നബി പറയാണ്, ഞാനിങ്ങനെ ഇന്ന നാട്ടിൽ നിന്ന് ഓടി വന്നതാണ്, എനിക്ക് ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ അവർ പിടികൂടിയാൽ അവർ കൊന്നുകളയും. ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാമിനോട് അവരുടെ പിതാവ് പറഞ്ഞ മറുപടി എന്താ? ലാ തഖഫ് നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ. നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല. നോക്കൂ, നിങ്ങൾ ഭയപ്പെട്ട് നിൽക്കുന്ന, മനസ്സിന്റെ ഉള്ളിൽ പേടിയുള്ള ആ മഹാനായ പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരാളിലൂടെ ആശ്വസിപ്പിക്കുകയാണ്, നിർഭയത്വം നൽകണം. പടച്ചവൻ ഉത്തരം കൊടുക്കുന്നത് നോക്കൂ നിങ്ങൾ. അള്ളാഹുടെ അടുത്തേക്ക് പറഞ്ഞെന്താ? പടച്ചവനെ നീ എനിക്ക് എന്ത് നൽകിയാലും, എന്തൊരു നിഅമത്ത് നൽകിയാലും ഞാൻ അതിന് ആവശ്യക്കാരനാണ്. ആ പേടിച്ച് നിൽക്കുന്ന മൂസാ നബിയെ അയാൾ ചേർത്ത് പിടിച്ചു. അയാൾ പറഞ്ഞു, ലാ തഖഫ്, നിങ്ങൾ പേടിക്കേണ്ടതില്ല, അക്രമികളായ ആളുകളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം, നിങ്ങൾ ഇനി എന്ത് ചെയ്യേണ്ട, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്തു? ആശ്വസിപ്പിച്ചു മൂസാ നബിയെ. അപ്പം ആ കൂട്ടത്തിൽ പിന്നെ
ഒരു മകള് ആ ബാപ്പയോട് പറഞ്ഞു, ഖാലത്തി ഇഹ്ദാഹുമാ യാ അബതി ഇസ്തഅജിറു ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയുൽ അമീൻ. ബാപ്പ, നിങ്ങള് ഈ മനുഷ്യന് നിങ്ങളൊരു ജോലി കൊടുത്തോളി, അദ്ദേഹം നല്ല കവിയായ ആളാണ്, നല്ല ശക്തനായ ആളാണ്, നമുക്കൊരു ജോലിക്കാരൻ ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ അയാൾക്കൊരു ജോലി കൊടുക്കുകയാണ് എങ്കിൽ അതെന്ത് ചെയ്യും, നമുക്ക് ഉപകാരപ്പെടുമെന്ന് ആ പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി ബാപ്പാനോട് പറഞ്ഞിട്ടുണ്ട്. തഫ്സീറുകൾക്കാണ് ബാപ്പ ചോദിക്കുന്നത്, നിനക്കതെങ്ങനെ മനസ്സിലായത്, അയാൾ കവിയാണ് അമീനാണ് എന്നൊക്കെ നിനക്കെങ്ങനെ മനസ്സിലായത്? അപ്പോൾ പെൺകുട്ടി പറയുന്നുണ്ട്, അവിടെ കുറേ ആട്ടിടയന്മാരുണ്ടായിരുന്നു, ആ ആട്ടിടയന്മാരുടെ ഇടയിൽ നിന്ന് ഞങ്ങൾക്ക് അയാൾ വെള്ളം കോരി തന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അയാൾ കവിയാണ്. അവരെയൊക്കെ മാറ്റി നിർത്തി, അവരെയൊക്കെ അകറ്റി നിർത്തി അയാൾ ഞങ്ങൾക്ക് വെള്ളം കോരി തന്നു, അതുകൊണ്ട് തന്നെ കവിയാന്ന് മനസ്സിലായി. അമീനാണ്, വിശ്വസ്തനാണെന്ന് മനസ്സിലായത് എങ്ങനെയാണ്? അയാളെ മുന്നിൽ നടന്നത്, അയാൾ ഞങ്ങളുടെ മുന്നിൽ നടന്നത്, അയാൾ വിശ്വസ്തനാണ്, അതുകൊണ്ട് തന്നെ അയാൾക്കൊരു ജോലി കൊടുക്കാൻ പറഞ്ഞു. നോക്കൂ നിങ്ങൾ, അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാണ്. മൂസാ നബിക്ക് ജോലിയായി, നിർഭയത്തുണ്ടായി, പേടിച്ചോടിയതാ, നിർഭയത്വം ലഭിച്ചു. രണ്ടാമതോ മൂസാ നബിക്ക് ജോലിയായി. തീർന്നില്ല, വീണ്ടും അള്ളാഹു പറയാണ്, ആ ബാപ്പ അവരോട് പറഞ്ഞു, നഖാല ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദാ ഇബ്നതൈ ഹാതൈനി, എൻ്റെ 2 പെൺമക്കളിൽ ഒരാളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരാൻ ആഗ്രഹിക്കുകയാണ്, ഒരാളെ ഞാൻ വിവാഹം ചെയ്തു തരാൻ ആഗ്രഹിക്കുകയാണ്. മൂസാ നബി പേടിച്ചു വന്നു, നിർഭയത്വം ലഭിച്ചു, ജോലി ഉണ്ടായിരുന്നില്ല, ജോലി ലഭിച്ചു, ഒരു കുടുംബം കൊടുത്തു പടച്ചോൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഒരു കുടുംബം കൊടുത്തു. അതേപോലെ തന്നെ അവിടെ താമസിക്കാൻ ആ മകളെ വിവാഹം കഴിച്ച് അവിടെ 7 വർഷം അല്ലെങ്കിൽ 10 വർഷം നിങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള അനുവാദം അദ്ദേഹത്തിന് കിട്ടി. ഞാൻ അയ്യൂബ് നബിയുടെയും മൂസാ നബിയുടെയും ചരിത്രം എൻ്റെ സഹോദരങ്ങളുടെ മുമ്പാകെ ഓർമ്മപ്പെടുത്തി. എന്തിനറിയോ? ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രതിസന്ധികളൊക്കെ വരും. അത് വരുന്ന സമയത്ത് ക്ഷമയോടുകൂടെ നമ്മൾ നിലകൊണ്ടാൽ അള്ളാഹു നമ്മളെ സഹായിക്കും. അതിന് ചരിത്രം സാക്ഷിയാണ്, അതിന് ചരിത്രം സാക്ഷിയാണ്. അയ്യൂബ് നബിയുടെ പാഠം അതാണ് പറഞ്ഞു തരുന്നത്, മൂസാ നബിയുടെ ചരിത്രം അതാണ് പറഞ്ഞു തരുന്നത്. നോക്കൂ നിങ്ങൾ, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ഉമ്മക്കെതിരെ അപവാദം പ്രചരിപ്പിച്ചു ആൾക്കാർ. സ്വഫ്വാനും ആയിഷയും മോശമായ കാര്യം ചെയ്തു എന്ന് നഊദുബില്ല പറയാൻ പാടില്ലാത്ത വാചകങ്ങൾ ആളുകൾ പറഞ്ഞു. ഒരു തോന്നിവാസം, ഒരു തിന്മ അവർ ചെയ്തിട്ടില്ല. മുസ്തഹിനെ പോലെയുള്ള അല്ലെങ്കിൽ മിസ്തഹിനെ പോലെയുള്ള മുസ്ലിങ്ങളായ ആളുകൾ പോലും, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ചെലവിൽ കഴിയുന്ന ആളുകൾ പോലും ആ അപവാദ പ്രചരണം ഏറ്റെടുത്തു. അവർക്കത് പ്രചരിപ്പിക്കുകയാണ്, മുസ്ലിങ്ങൾ പോലും. എന്തിന് പറയണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ഉമ്മയുടെ സമീപത്തു എന്ന് പറഞ്ഞ വാചകം എന്താ? ആയിഷ, നിന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത്, വല്ല തെറ്റും പറ്റിയിട്ടുണ്ടെങ്കിൽ നീ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, തെറ്റ് ചെയ്യാത്ത ആയിഷ ഉമ്മയോട് നബി പറയുന്ന വാചകമാണത് എന്നുള്ള പാഠം തരയോ? ഒന്ന്, നബിക്ക് ഗൈബ് അറിയില്ല, നബിക്ക് ഗൈബ് അറിയില്ല, മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവനാണ് നബി എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. കാരണം എന്താ? നബിക്കെങ്ങാനും ഗൈബ് അറിയുമായിരുന്നെങ്കിൽ, മറഞ്ഞ കാര്യം അറിയുമായിരുന്നെങ്കിൽ അള്ളാന്റെ റസൂല് തൻ്റെ ഇണയോട് ആ ചോദ്യം ചോദിക്കോ? നമ്മുടെ നാട്ടിൽ കബറിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഗൈബ് അറിയും, മറഞ്ഞ കാര്യം അറിയും, മഹാന്മാർക്ക് അറിയും, അതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞൊരു വാചകം, എനിക്കൊന്നും പറയല്ല, ഞാൻ അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരവസ്ഥയിലല്ല ആരും. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സമയത്ത് പറയാനുള്ള മറുപടി എന്താണെന്നറിയോ? പണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞ, യൂസുഫ് നബിയുടെ ബാപ്പ പറഞ്ഞ മറുപടിയാണ്, ഖാല അബൂ യൂസുഫ് ഫസബറുൻ ജമീൽ, ഭംഗിയായി ക്ഷമിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുക. അങ്ങനെ അവർ ക്ഷമിച്ചു, ആയിഷമ്മ ക്ഷമിച്ചു. എന്താ സംഭവിച്ചത്? ആകാശ ലോകത്ത് നിന്ന് അള്ളാഹു ആയത്തിറക്കി, ആയിഷ റളിയല്ലാഹു അൻഹ നിരപരാധിയാണ്, ആയിഷമ്മ നിരപരാധിയാണ്. നോക്കൂ നിങ്ങൾ, ലോകം അവസാനിക്കുന്നത് വരെയുള്ള മുസ്ലിങ്ങളായ ആളുകൾ അവരുടെ ചരിത്രം വായിക്കുക. ആയിഷ ഉമ്മ ഏറ്റവും നല്ല സ്ത്രീയായിരുന്നു എന്ന് അവർ ക്ഷമിച്ചു. ആ ക്ഷമയുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ എന്ത് വേണം? നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ക്ഷമിക്കുക, അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. ഞാനൊരു ചരിത്രം കൂടെ പറയാം. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അവരുടെ ഭർത്താവ് മരിച്ചു, അബൂ സലമ മരിച്ചു. അബൂ സലമ മരിച്ചപ്പോ അവര് പ്രാർത്ഥിക്കാണ്, പടച്ചോനെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ പ്രാർത്ഥനയാണ്. എന്താ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ? അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. പടച്ചോനെ, എനിക്കേറ്റ ഈ മുസീബത്തിൽ നിന്ന് എന്ത് ചെയ്യണം? നീ എന്നോട് റഹ്മത്ത് ചെയ്യണം, എന്നെ നീ രക്ഷപ്പെടുത്തണം. അതേപോലെ തന്നെ എനിക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലത് എനിക്ക് നൽകണം. അബൂ സലമ മരിച്ചപ്പോഴാണ് ഈ പ്രാർത്ഥന നിർവഹിക്കുന്നത്. നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലത് നൽകണം. ആ പ്രാർത്ഥന നിർവഹിച്ചിട്ട് അവർ തന്നെ അങ്ങനെ മനസ്സിൽ പറയാം, അബൂ സലമയേക്കാൾ നല്ല ഒരാളെ ഇനി എനിക്ക് എങ്ങനെ ലഭിക്കാനാണ്?
അബൂസലമയേക്കാൾ നല്ലൊരു ഭർത്താവിനെ അല്ലെങ്കിൽ ഒരു സംരക്ഷകനായി ഒരാളെ എനിക്ക് എങ്ങനെയാ ലഭിക്കുക? പക്ഷെ അള്ളാഹ് പഠിപ്പിച്ചതാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ. ഭാര്യ മരിച്ചാൽ, ഭർത്താവ് മരിച്ചാൽ നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലത് ലഭിക്കാൻ ദുആ ചെയ്യണമെന്നാണ്. ആ പ്രാർത്ഥന നിർവഹിച്ച മഹദിയായ ഉമ്മു സലമയുടെ മണിയറയിലേക്ക് മണവാളനായി കടന്നു വന്നതാര്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചക തിരുമേനിയാണ് അവരുടെ ഭർത്താവായിക്കൊണ്ട് കടന്നു വന്നത്. അതിനേക്കാൾ നല്ല ഒരാൾ വേറെ ആരാ ഉള്ളത്? നോക്കൂ നിങ്ങൾ, ആ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിച്ചു. അള്ളാന്റെ റസൂല് തന്നെ അവർക്കിണയായി, അവർക്ക് ഭർത്താവായി കടന്നു വന്നതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ, കയറെടുക്കാൻ ആരും ഓടേണ്ടതില്ല. അതൊരു പരിഹാര മാർഗമല്ല. മറിച്ച് നമ്മൾ ക്ഷമിക്കുകയാണ് എങ്കിൽ രോഗമാകട്ടെ, കടമാകട്ടെ, എന്ത് പ്രതിസന്ധിയാകട്ടെ നമ്മൾ ക്ഷമിക്കുക. ആ മുസീബത്ത് റബ്ബ് നൽകിയതാണ്, പരീക്ഷണമാണ് എന്ന് വിചാരിച്ചെന്ത് ചെയ്യുക, നമ്മൾ ക്ഷമിക്കുക. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്ഷമിക്കുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക എന്നുള്ളത് വിശ്വാസികൾ ആർജിച്ചെടുക്കേണ്ട ഗുണമാണ് എന്ന് പരിശുദ്ധ ഖുർആനും ഹദീസുകളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ക്ഷമ അവലംബിക്കുന്ന ആളുകളെ കാത്തിരിക്കുന്നത് വലിയ പ്രതിഫലമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനതി ഫീ നഫ്സിഹി വവലദിഹി വമാലിഹി ഹത്താ യൽഖല്ലാഹ വമാ അലൈഹി ഖതിഅ. പ്രവാചകൻ പറയുന്നത്, ഒരു പാപവുമില്ലാതെ, ഒരു തെറ്റുമില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ സമ്പത്തിലും സന്താനങ്ങളിലും സ്വന്തത്തിലുമൊക്കെ ഓരോ വിശ്വാസിയും വിശ്വാസിനിയും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്തേ പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ വിശ്വാസി അള്ളാഹു പരീക്ഷിക്കും. എന്തിനാണ് ഈ പരീക്ഷണങ്ങൾ? അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ വേണ്ടിയാണ്. ഒരു പരീക്ഷണം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അതിലൂടെ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുന്നുണ്ട് എന്നാണ്. നമ്മൾ സ്ഥിരമായി പോകുന്ന ഒരു ബസ് നമുക്ക് കിട്ടിയില്ല, ഒരു പ്രയാസമാണ്, നമ്മൾ വീട്ടിലേക്ക് പോകും, നേരം വൈകും, ബുദ്ധിമുട്ടാൻ സാധ്യത ഉണ്ട്. അപ്പം അതിനെങ്ങനെ നമ്മൾ കാണുന്നത്? റബ്ബിൻ്റെ ഒരു പരീക്ഷണമാണ്, അതിലെന്തെങ്കിലും ഹൈറുണ്ടാകും. അങ്ങനെ നമ്മൾ ക്ഷമിക്കുകയാണ് എങ്കിൽ അതിലൂടെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അജബൽ ലി അംരിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവൻ്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണെന്നാണ്. അവന് ഒരു പ്രയാസം ഉണ്ടായി, അവൻ ക്ഷമിച്ചു, അതവന് ഖൈറാണ്. അതേപോലെ തന്നെ അവനൊരു നല്ല കാര്യം ഉണ്ടായി, അവന് സന്തോഷമുള്ളൊരു കാര്യം ഉണ്ടായി, അവൻ ശുക്ർ ചെയ്തു, അവൻ നന്ദി കാണിച്ചു, അതും അവന് ഖൈറാണ് എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. മറ്റൊരു ഹദീസിൽ കാണാം, മാ റുസിഖ അബ്ദുൻ ഖൈറൻ ലഹു വലാ ഔസഅ മിനസ് സബ്ർ. എന്താ വാചകത്തിന്റെ അർത്ഥം? ഒരു അടിമക്കും ക്ഷമയേക്കാൾ ഉത്തമവും വിശാലവുമായ മറ്റൊരു വിഭവവും നൽകപ്പെട്ടിട്ടില്ല. ഏറ്റവും നല്ല റിസ്ക് എന്താ അറിയോ? ക്ഷമിക്കുക എന്നുള്ളതാണ്, ക്ഷമ അവലംബിക്കുക എന്നുള്ളതാണ്. പണ്ഡിതന്മാർ പറയുന്നത് ക്ഷമയുടെ തുടക്കം കുറച്ച് കയ്പുള്ളതാണ്, അത് കയ്പാണ് ക്ഷമയുടെ തുടക്കം. എന്നാൽ അതിൻ്റെ അവസാനമെന്ന് പറയുന്നത് തേനിനേക്കാൾ മധുരമുള്ളതാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാൻ പറ്റും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത്ഹൂറു ശത്റുൽ ഈമാൻ, ശുദ്ധി ഈമാനിന്റെ ഭാഗമാണ്. വൽഹംദുലില്ലാ തംലഉൽ മീസാൻ, അൽഹംദുലില്ലാ എന്നുള്ളത് മീസാനിനെ നിറക്കുന്ന ദിക്റാണ്. വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ തംലആനി ഔ തംലഉ മാ ബൈന സമാവാതി വൽ അർദ്. ഈ സുബ്ഹാനല്ലയും അൽഹംദുലില്ലയും ആ ദിക്റൊക്കെ ആകാശഭൂമികൾക്കിടയിൽ നിറക്കുന്ന അത്രയും വലിയ നന്മയാണ്. എന്നിട്ട് പറഞ്ഞു, വസ്സലാത്തു നൂറുൻ, നമസ്കാരം പ്രകാശമാണ്. വസ്സദഖത്തു ബുർഹാനുൻ, ക്ഷമ അത് ബുർഹാനാണ്. അതേപോലെ തന്നെ വസ്സബ്റു ദിയാഉൻ, പിന്നെ ക്ഷമിക്കുക എന്നുള്ളത് വെളിച്ചമാണ്. സ്വദക്ക അത് ബുർഹാനാണ്, തെളിവാണ്.
ക്ഷമ എന്നുള്ളത് വെളിച്ചമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുന്ന ആളുകളായി മാറാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പാഠം പ്രവാചകൻ പറഞ്ഞു, മൻ സർറഹു അൻ യസ്തജീബ അല്ലാഹു ലഹു ഇൻദ ശദഇദി ഫൽയുക്തിരി ദുആഅ ഫിർറഹാ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ആരെങ്കിലും ഏതെങ്കിലും ആളുകൾ അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണം, അവർക്ക് സന്തോഷം ഉണ്ടാകണം, അതേപോലെ തന്നെ അവരുടെ ജീവിതം ആനന്ദകരമാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവർ ചെയ്യേണ്ടത് പ്രതിസന്ധികളിൽ മാത്രം പ്രാർത്ഥിക്കുന്ന ആൾക്കാരാകാൻ പാടില്ല. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്ന ആൾക്കാരാകാൻ പാടില്ല. ICUവിൻ്റെ മുന്നിൽ നിന്ന് മാത്രം പടച്ചോനെ ഈ രോഗത്തിനൊന്ന് ശിഫയാക്കണം എന്ന് ദുആ ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ മാറാൻ പാടില്ല. സന്തോഷത്തിൻ്റെ സമയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ദുആ ചെയ്യണം. സന്തോഷത്തിൻ്റെ സമയത്തിലും അള്ളാഹുവിലേക്ക് ദുആ ചെയ്ത് മടങ്ങുന്ന ആളുകളായി മാറാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തീരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു നല്ല ജോലി നൽകി അവരെയും അവരുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജയിലുകളിൽ നിരപരാധികളായി കഴിയുന്ന ധാരാളം മനുഷ്യന്മാരുടെ അള്ളാഹു അവർക്ക് മോചനം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.